നമ്മൾ നേരായ പാതയിലൂടെ സഞ്ചരിക്കണം. വളഞ്ഞ വഴി പലതും കാണും, പിരിഞ്ഞ വഴിയും കാണും, പിന്നെ എന്നതാണ് തലതിരിഞ്ഞ വഴിയും കാണും. അപ്പം നേരായ വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മയിലൂടെ സഞ്ചരിക്കണം. മറ്റുള്ളവർക്ക് ആർക്കും ഉപദ്രവം ഉണ്ടാക്കരുത്. ആരെങ്കിലുമൊക്കെ സഹായിക്കാവുന്ന വിധത്തിൽ സഹായിച്ച് മുന്നോട്ട് പോകണം. ഇതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പിലൂടെ പൈസ ഉണ്ടാക്കരുത്. കിട്ടുന്ന പൈസ മിച്ചം വെച്ച് ചുരുക്കി ചെലവഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തട്ടിപ്പിനും വെട്ടിപ്പിനും പോകേണ്ട കാര്യമില്ല. അപ്പോൾ നേരായ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഇതുപോലെ തന്നെ പിന്നെ ജീവിത ശൈലിയിൽ നമ്മൾ മാറ്റം വരുത്താൻ 10 പ്രമാണങ്ങൾ തിരുസഭയുടെ കൽപ്പനകളുണ്ട്. അത് നമുക്ക് തന്നേക്കണത് നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആത്മപരിശോധന നടത്തി നേരായ വഴിയിലേക്ക് തിരിച്ചു വരണം. ഇടയ്ക്ക് ഒരു ധ്യാനത്തിലൊക്കെ കൂടണം. അപ്പോൾ ഒരു മാറ്റം വരും. നമുക്ക് ധൈര്യവും ശക്തിയും ഒക്കെ കിട്ടുകയും ചെയ്യും. നേരായ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒത്തിരി തരങ്ങളുണ്ട്. മദ്യത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റിപ്പോയെന്ന് കൃത്യം അറിയാം. ഇപ്പോൾ പുകവലിയുടെ പുറകെയും ചീട്ടുകളിയുടെ പുകയും പുറകെയൊക്കെ പോയി കഴിഞ്ഞാൽ കാശ് പോയി എന്നുള്ളത് ഷുവറാണ്, വഴി തെറ്റിപ്പോയി എന്നുള്ളത് ക്ലിയറാണ്. ഇതുപോലെ തന്നെ വീഡിയോയുടെ പിന്നെ എന്നതാണ് വീഡിയോയിലൂടെ കളി, ലോട്ടറി എടുക്കൽ, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പുറകെ നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്നും നേരായ വഴിയല്ല. പിന്നെ ചീത്ത കൂട്ടുകാരുടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ചെന്ന് ചാടും എന്നുള്ളത് ക്ലിയറാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പം നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, നേരായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന എല്ലാ മേഖലകളും നമ്മളൊരു കടലാസിൽ എഴുതണം. ഏതെല്ലാം മേഖലകളാണ്. ആരെങ്കിലും ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ പറയും, എൻ്റെ ജീവിത ശൈലി പറഞ്ഞു കഴിയുമ്പോൾ പറയും അത് ഇന്ന വഴികളൊക്കെ നേരായ വഴിയല്ല. പിന്നെ പലരും നേരായ വഴിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ അറിവുകൊല ചെയ്യണവരുണ്ട്. നമ്മളെ തന്നെ കൊല്ലുക, മരുന്ന് കിടന്ന് തുപ്പിക്കഴിഞ്ഞാൽ അങ്ങോട്ടാ വീഴുന്നത്, നമ്മുടെ മുഖത്തേക്ക് തന്നെ വീഴും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപാവരം ഇവർക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. അങ്ങ് ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.